കൃഷിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രഷ് കട്ടിനെ കുറിച്ചുള്ള ആദ്യ ഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്ക് കടക്കാം. അടുത്ത് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇതിന്റെ വരാവുന്ന കംപ്ലൈന്റുകളെ കുറിച്ചാണ്. ഇപ്പൊ സാധാരണ ഉപയോഗിക്കുന്ന എല്ലാവർക്കും വന്നിരിക്കുന്ന ആദ്യത്തെ ഒരു കംപ്ലൈന്റ് ആയിരിക്കും ഇതിന്റെ പ്ലാസ്റ്റിക്കോ, അതായത് ടാപ്പ് ആൻഡ് ഗോ തുറന്നു പോകുന്ന ഒരു പ്രശ്നം. അതിന് പ്രത്യേകിച്ച് സൊല്യൂഷൻസ് ഒന്നുമില്ല, നമുക്കത് റീപ്ലേസ് ചെയ്യുന്നതാണ് വഴിയുള്ളൂ. ഇപ്പം അതിന് പകരമായിട്ട് പൊതുവെ ഉപയോഗിക്കുന്നതാണ് അലുമിനിയം ഡോം. അപ്പോൾ ഇപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഡോമുകളാണ് ഈ അലുമിനിയം ഡോമുകൾ. പിന്നെ വരുന്ന കംപ്ലൈന്റ്, രണ്ടാമത് വരുന്ന കംപ്ലൈന്റ് ആണ് ക്ലച്ച് തീർന്നു പോകും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ക്ലച്ച് മാറണം. പിന്നെ വരുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഇതിന്റെ ആക്സിലറേറ്റർ അസംബ്ലി. ഈ ആക്സിലറേറ്റർ അസംബ്ലി ഈ ചൈനീസ് കമ്പനികളുടെ ഒന്നും അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതിൻ്റെ ഉള്ളിലത്തെ ട്രിഗർ അസംബ്ലി പൊട്ടിപ്പോകും. അപ്പൊ ഇതും നമ്മളതിൽ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് മേജറായിട്ട് വരുന്ന 3 കംപ്ലൈന്റുകൾ. നമ്മളിപ്പോൾ പറഞ്ഞ കംപ്ലൈന്റുകൾ 3 കംപ്ലൈന്റുകളായിട്ട് 200 മണിക്കൂറിനുള്ളിലൊക്കെ നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ അതിനെ തുടർന്ന് വരുന്ന മറ്റു കംപ്ലൈന്റുകളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ആദ്യ കാര്യം തന്നെ, നമുക്ക് ഇതിൽ ക്ലച്ച് തീർന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്കത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ക്ലച്ചിന്റെ ഡ്രമ്മും കൂടി അത് നാശമാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അടുത്ത് വരുന്നൊരു കാര്യമാണ് ക്ലച്ച് ഡ്രം. പിന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഫിൽറ്ററുകൾ, അതായത് എയർ ക്ലീനർ, ഫ്യൂൽ ഫിൽറ്റർ എന്ന് പറയുന്ന 2 ഫിൽറ്ററുകൾ ഇതിലുണ്ട്. അപ്പോൾ ആ ഫിൽറ്ററുകൾ ചോക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ വലിയൊരു ഘടകമാണ്. നമ്മൾ മിക്കവാറും എന്ത് ചെയ്യും, നമ്മൾ കുറ്റി ഓയിൽ 1 ലിറ്ററിൽ 40 ml എന്നുള്ള ഒരളവിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പെട്രോൾ ഉപയോഗിക്കുന്ന ക്യാനുകളും പെട്രോൾ വാങ്ങിക്കുന്ന പമ്പുകളെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ 2 ഫിൽറ്ററുകൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്യൂൽ ഫിൽറ്ററിന്റെ കാര്യം പറഞ്ഞു. എയർ ക്ലീനർ, നമ്മളിപ്പോൾ ഫ്രഷ് പെട്രോൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ നല്ല പൊടിയോ അല്ലെങ്കിൽ നല്ല ഉണങ്ങിയ ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പൊടി പറക്കാനുള്ള സാധ്യത. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എല്ലാ ദിവസവും നമ്മളത് എയർ ക്ലീനർ അഴിച്ച് അതിൻ്റെ ഉള്ളിലുള്ള പൊടി പടലങ്ങൾ മാറ്റേണ്ടതാണ്. ഇനി വരുന്ന മറ്റൊരു പ്രധാന കംപ്ലൈന്റ് ആണ് ഇതിന്റെ കാർബറേറ്റർ. കാർബറേറ്റർ നമുക്ക് ചോക്കാവാനുള്ള സാധ്യതകളുണ്ട്. അതിൽ പ്രധാനമായിട്ടും സംഭവിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ അതിന്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത് വരുന്നത് അതിന്റെ എയർ ക്ലീനർ. എയർ ക്ലീനറിൽ പൊടിപടലങ്ങളും മറ്റും കൂടുകയോ അല്ലെങ്കിൽ എയർ ക്ലീനർ നാശമായി പോകുകയോ ചെയ്തു കഴിഞ്ഞാൽ കാർബറേറ്റർ ഇത്തരത്തിൽ ചോക്കാവാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമുക്ക് വരുന്ന പ്രധാനമായിട്ടൊരു കംപ്ലൈന്റ് ആണ് ഇതിന്റെ സ്പാർക്ക് പ്ലഗ്. സ്പാർക്ക് പ്ലഗ് സാധാരണ കംപ്ലൈന്റ് ഒന്നും വരാറില്ല. എന്നിരുന്നാലും നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിൽ ഓയിലിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ സ്പാർക്ക് പ്ലഗ് കരിപിടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകും. അത് കാരണം നമ്മളെല്ലാ ആഴ്ചകളിലും ഇതിന്റെ പ്ലഗ് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പം ഇനിയിപ്പോൾ അടുത്തൊരു കംപ്ലൈന്റ് ആണെന്ന് ഇതിലൊരു ഗിയർ ബോക്സ് ഉണ്ടെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഗിയർ ബോക്സ് ആകുമ്പോൾ പൊതുവെ അതിലൊരു ഗ്രീസ് ഓയിലോ മറ്റെന്തെങ്കിലും നമുക്ക് വേണം. സാധാരണ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത് പൊതുവെ അറിയാറില്ല, ഇതിൻ്റെ ഉള്ളിൽ ഗ്രീസ് ഉണ്ട് എന്നുള്ളതൊന്നും അവർക്ക് ശ്രദ്ധയിൽപ്പെടാറില്ല. അപ്പോൾ ഇതുപോലെ ഇവിടെ ഒരു ഗിയർ ബോക്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഗ്രീസ് ഫില്ല് ചെയ്യേണ്ടതാണ്. എല്ലാ 50 മണിക്കൂറാണ് നമ്മൾ പറയുന്നത്. 50 മണിക്കൂർ കൂടുമ്പോൾ ഇതിൽ ഗ്രീസ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. അപ്പോൾ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇതിന്റെ പരിപാലനത്തെ കുറിച്ചാണ്. നമ്മുടെ കയ്യിലുള്ളത് 2-stroke എഞ്ചിനാണ്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഉപയോഗിക്കുന്ന പെട്രോളിൽ ഓയിൽ മിക്സ് ചെയ്തിട്ടുണ്ടാവണം. അതായത് 1 ലിറ്ററിലേക്ക് 40 ml ഓയിൽ മസ്റ്റായിട്ട് ഇതിൽ ഉപയോഗിക്കേണ്ടതാണ്. പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇതിന്റെ എയർ ക്ലീനർ വൃത്തിയാക്കേണ്ടതാണ്. പിന്നെ മൂന്നാമതായിട്ട് വരുന്ന കാര്യം, നമ്മൾ ഇതിൽ ഗ്രീസിങ്, നമ്മൾ നേരത്തെ പറഞ്ഞു 50 മണിക്കൂറിലാണ് ഇത് ഗ്രീസ് ചെയ്യേണ്ടത്. അത് നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. 50 മണിക്കൂർ കൂടുമ്പോൾ ഗ്രീസ് ചെയ്യേണ്ടതാണ്. അടുത്തത് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ മെഷീൻ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനുള്ളിലെ പെട്രോൾ നമ്മൾ ഇതിൽ നിന്ന് മാറ്റി വെക്കേണ്ടതാണ്. കാരണം പെട്രോൾ ഒരു കെമിക്കലാണ്. അപ്പോൾ ഇതിൻ്റെ അനുബന്ധ ഭാഗങ്ങളിൽ കെമിക്കൽ റിയാക്ഷൻ നടന്ന് മറ്റു കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും ഇതിൻ്റെ കാർബറേറ്റർ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പൂർണ്ണമായും പെട്രോൾ ഒഴിവാക്കിയതിന് ശേഷം കാർബറേറ്ററുള്ള പെട്രോൾ, അതായത് ബാക്കി നിൽക്കുന്ന പെട്രോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവസാനിപ്പിക്കേണ്ടതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഡോം, അതായത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്ന അലുമിനിയം ഡോമാണ്. ഇതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളോട് ശ്രദ്ധിക്കാൻ പോകുന്നത്.
അപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു സർവീസ് കിറ്റ് അല്ലെങ്കിൽ ഒരു ടൂൾ കിറ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരിക്കും. എല്ലാ ബ്രഷ് കമ്പനികളും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമ്മളൊരു ഒരു കട്ടിംഗ് പ്ലെയറും കൂടെ കരുതുന്നത് വളരെ നന്നായിരിക്കും. നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ അലുമിനിയം ഡോമാണ്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും വേണ്ട 3 ഘടകങ്ങളാണ് സ്പേസർ എ, സ്പേസർ ബി, ഒരു റിവേഴ്സ് നട്ട്. അപ്പോൾ ഇതിൻ്റെ പിരി ഇടത്തോട്ടായിരിക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഇടതുഭാഗത്തേക്ക് തിരിക്കുമ്പോൾ ടൈറ്റ് ആവുകയും വലതുഭാഗത്തേക്ക് തിരിക്കുമ്പോൾ ലൂസ് ആവുകയും ചെയ്യുന്ന ഒരു നട്ടാണ്. അടുത്തത് നമുക്ക് ഈ അലുമിനിയം ഡോമിൽ എങ്ങനെ ഇതിൻ്റെ നൈലോൺ റോപ്പ് സെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിനേക്കായിട്ട് നമുക്ക് ഏകദേശം 3 മീറ്റർ നൈലോൺ റോപ്പാണ് ഇതിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത്. നമുക്കിപ്പോൾ പലതരത്തിലുള്ള നൈലോൺ റോപ്പുകൾ പല കളറിൽ നമുക്ക് വരുന്നുണ്ട്. ബലം കൂടിയത്, ബലം കുറഞ്ഞത് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ എടുത്തേക്കുന്നത് സാധാരണ നമുക്കിവിടെ വരുന്ന ഒരു വൈറ്റ് കളർ റോപ്പാണ്. അപ്പോൾ ഈ റോപ്പ് ഏകദേശം 3 മീറ്റർ ഉണ്ട്. റോപ്പ് ഏറ്റവും നമ്മൾ എടുത്തിട്ട് ഇതിനെ ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ വ്യത്യാസത്തിൽ പിടിക്കുക. അപ്പോൾ 3 മീറ്റർ റോപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സെൻറ്റർ കണ്ടുപിടിക്കുക. അപ്പോൾ സെൻറ്റർ വരുന്നത് ഇതാണ്. നമ്മളിവിടെ വ്യത്യാസപ്പെടുത്തിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം പ്ലെയർ എടുത്ത് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. കാരണം ഈ പോയിന്റ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവാണ്ടിരിക്കാനാണ്. അതിനുശേഷം നമുക്ക് ഈ അലുമിനിയം ഡോമിൻ്റെ ഉള്ളിലൂടെയാണ് നമുക്കിത് കയറ്റേണ്ടത്. അപ്പോൾ ഇതിൻ്റെ 2 തലകൾ എടുക്കുക. ഈ തല എടുത്തിട്ട് ഇതിൻ്റെ 2 വെട്ട് കാണുന്നുണ്ട്. ഇവിടെ 2 ഗ്യാപ്പ് ഉണ്ടാവും. ഇതിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് ഇടാം. അപ്പോൾ ഈ വെട്ടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിത് കടത്തണം. അവിടെ ഒരു കുറ്റി ഉണ്ടായിരിക്കും. കുറ്റിക്ക് വലതും ഇടതും ഭാഗത്തോടെ ഓരോന്ന് റോപ്പിൻ്റെ 2 തലകളും കടത്തണം. അതിനുശേഷം ഇങ്ങനെ വലിച്ചെടുത്ത് നമ്മൾ നേരത്തെ പ്ലെയർ കൊണ്ട് അമക്കിയ സെൻറ്റർ ആ കുറ്റിയിൽ വരത്തക്ക രീതിയിൽ പിടിക്കുക. അതിനുശേഷം ഇത് വലത്തോട്ടോ ഇടത്തോട്ടോ ചുറ്റിക്കോ കുഴപ്പമില്ല. ഏത് ഡയറക്ഷനായാലും നമുക്കിതിന് പ്രശ്നമുള്ളതല്ല. അതിനുശേഷം ചുറ്റിയതിന് ശേഷം ഇതിൽ നമുക്ക് 4 ഔട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 ഓപ്പോസിറ്റ് ഔട്ടുകളിലൂടെയാണ് നമ്മളിത് പുറത്തേക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഒരെണ്ണം നമ്മൾ ഈ ഭാഗത്തോട് എടുത്തു കഴിഞ്ഞാൽ മറ്റൊന്ന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളിലൂടെയാണ് എടുക്കുന്നത്. ഇവിടെയാണ് നമുക്ക് നേരത്തെ നമ്മൾ പറയുന്ന വ്യത്യസ്തപ്പെടുത്തിയതിൻ്റെ ഗുണം. 2 സൈഡിലും ഒരേ നീളത്തിൽ നമുക്ക് ഇതിൻ്റെ റോപ്പ് പുറത്തേക്ക് നമുക്ക് നീണ്ടു നിൽക്കുന്നതായിരിക്കും. അതുപോലെ ഈ പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന റോപ്പിൻ്റെ നീളം ഏകദേശം 6 ഇഞ്ചാണ് വേണ്ടത്. 6 ഇഞ്ചിൽ കൂടി കഴിഞ്ഞാൽ മെഷീന് ലോഡ് കൂടും, കട്ടിംഗ് ലോഡ് കൂടുതലാവും. അപ്പോൾ ഏറ്റവും നല്ലത് 6 ഇഞ്ചാണ്. 6 ഇഞ്ചിൽ കൂടുതൽ നിർത്തുന്നത് നമുക്ക് മൈലേജ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറവ് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ അലുമിനിയം ഡോം നമ്മുടെ ബ്രഷ് കട്ടറിൽ എങ്ങനെ അറ്റാച്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ബ്രഷ് കട്ടർ നിർത്തി പിടിക്കുക നമ്മുടെ കംഫർട്ടിനനുസരിച്ച്. അത് സ്പേസ് എ ഇതിൽ നമുക്ക് വെക്കേണ്ടതാണ്. അപ്പോൾ സ്പേസർ ആകുമ്പോൾ നമുക്കൊരു ഹോള് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ഹോള്. അതുപോലെ തന്നെ ഈ ഗിയർ ബോക്സും ഇതിലൊരു ഗ്രൂവും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ടർ ഡസ്റ്റ് കേസുമേ വേറൊരു ഹോളും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോളുകൾ നമുക്ക് ഓരോ ലൈനിൽ അലൈൻ ആവണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഇതിനെ ഈ സ്പേസറിനെ ലോക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ടൂൾ കിറ്റിൽ അതിനുള്ള ഒരു ടൂൾ ഉണ്ടായിരിക്കും, ഒരു 4mm അലൻ കീ ഉണ്ടായിരിക്കും. അത് നമ്മൾ ക്രോസ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സ്പേസർ എക്ക് നീങ്ങാൻ സാധിക്കുന്നതല്ല. അതിനുശേഷം നമുക്ക് ഈ സ്പേസർ ഒരു പ്രൊജക്ഷൻ ഉണ്ട്, ഒരു റൗണ്ട് പ്രൊജക്ഷൻ. ഇതിന് മാച്ച് ആവുന്ന രീതിയിലായിരിക്കും അലുമിനിയം ഡോമിൻ്റെ ഇന്നർ ഹോൾ. ഇത് കറക്റ്റ് മാച്ച് ആവുന്ന രീതിയിൽ വെക്കണം, ഇതുപോലെ. അതിനുശേഷം സ്പേസർ ബി മില്ലിങ് കറക്റ്റാക്കി തന്നെ അതിൽ ഇടണം. അതിനുശേഷം നമ്മുടെ റിവേഴ്സ് നട്ട് ഞാൻ പറഞ്ഞു നേരത്തെ, ഇടത്തോട്ടാണ് ഇതിൻ്റെ ടൈറ്റ് വരുന്നത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. തന്നെയല്ല ഈ ഡോം ഇതിൽ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പൊസിഷൻ മാറാതിരിക്കാനും വളരെയധികം ശ്രദ്ധിക്കണം. ഇത് നട്ട് ടൈറ്റ് ചെയ്യാനായിട്ടുള്ള ടൂളും കമ്പനി നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ചില കിറ്റിൽ അത് ഉണ്ടാവാറില്ല. അങ്ങനെ വെച്ചാൽ 16-ൻ്റെയോ 17-ൻ്റെയോ നട്ടാണിത് വരിക. അപ്പോൾ ആ നട്ട് നമ്മൾ സ്പാനർ സൈസ് ആ റിംഗ് സ്പാനർ ഉപയോഗിച്ച് നമ്മൾ ടൈറ്റ് ചെയ്യേണ്ടതാണ്. ഒരുവിധം മീഡിയം നല്ല ടൈറ്റിൽ തന്നെ ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോം സെറ്റായി. നമുക്കപ്പോൾ ഈ പുല്ലുവെട്ടി മെഷീൻ്റെ കൂടെ നമുക്ക് വരുന്നത് അലുമിനിയം ഡോമുകൾ വരില്ല. നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ട്രിമ്മർ ഹെഡ് ടാപ്പ് ആൻഡ് ഗോ ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സെറ്റിംഗ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു പ്ലാസ്റ്റിക് ഡോം കൂടെ ഡിസ്മാൻഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിന് നമുക്ക് വരുന്നൊരു
അപ്പർ കവറാണ്. ഇതാണ് അതിൻ്റെ അപ്പർ കവർ. പിന്നെ വരുന്നത് ഒരു സ്പ്രിങ് വരുന്നുണ്ട്, ഒരു ഇന്നർ ക്യാപ്പ് വരുന്നുണ്ട്, പിന്നെ ഡോം ഹൗസിങ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ 2 റീറ്റെയിനർ വരുന്നുണ്ട്. ലൈൻ റീറ്റെയിനർ എന്നാണ് ഇതിനെ പറയുന്നത്. ഒരു അലുമിനിയത്തിൻ്റെ 2 കട്ട. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ അതിൻ്റെ പിടിപ്പിക്കാനുള്ള റിവേഴ്സ് ത്രെഡഡ് നട്ട്. അപ്പോൾ ഇത് വരുന്നതാണ് സെൻറ്റർ സ്പൂള്, പിന്നെ നമ്മുടെ നൈലോൺ റോപ്പ്. ഇത്രയും ഭാഗങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ഇതിലേക്കായിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുക്കേണ്ടത് ഇതിൻ്റെ സെൻറ്റർ സ്പൂൾ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ അത് ഇങ്ങനെ ഉള്ളിൽ ഒരു ടീപ്പൊക്കെ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതിലാണ് നമ്മൾ ഇതിൻ്റെ നൈലോൺ റോപ്പ് സെറ്റ് ചെയ്യുന്നത്. അത് മുമ്പ് നമ്മൾ അലുമിനിയം ഡോമിൽ എങ്ങനെ റോപ്പ് ചുറ്റണമെന്ന് പറഞ്ഞിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഇതിലും. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അറ്റം ഒരു 15 സെൻറ്റിമീറ്റർ ഡിഫറൻസിൽ പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ച് മടക്കുക. അത് ഇതിൻ്റെ ഉള്ളിൽ ഇടത്തോട്ടോ വലത്തോട്ടോ ചുറ്റാം. ഏത് ഡയറക്ഷൻ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചുറ്റുന്നത് വലത്തോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ 2 ഗ്രൂവ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഈ 2 ഗ്രൂവിലൂടെ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മളത് ചുറ്റാനായിട്ട്. 2 കൂടി ഒരു ഇതിൽ ചുറ്റാൻ പാടില്ല. 2 ചുറ്റിയതിന് ശേഷം നമുക്കിവിടെ ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിൽ നമ്മൾ ഇതിനടുത്ത് നിർത്തി വെക്കണം. അപ്പോൾ അടുത്തത് അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഗ്യാപ്പ് വരും, അതിൽ നിർത്താം. ഇങ്ങനെ നമുക്ക് കിട്ടും. ഇതിനെ നമ്മൾ ഇതിൻ്റെ ഡോമിൻ്റെ ഹൗസിങ്ങിലേക്ക് ഇറക്കി വെക്കണം. അതിൻ്റെ ടീത്തുകൾ മുകളിലേക്ക് വരത്തക്ക രീതിയിൽ വേണം അതിനെ ചെയ്യാനായിട്ട്. അതിനുശേഷം എന്ത് ചെയ്യണം, ഈ റോപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കണം. ഈ റീറ്റെയിനർ, അലുമിനിയം റീറ്റെയിനറുകളുണ്ട്, ലൈൻ റീറ്റെയിനറുകൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് പുറത്തേക്ക് നിർത്തണം. അപ്പോൾ വേണ്ട നമുക്ക് ഏകദേശം തുല്യ അളവിലേക്ക് കിട്ടി. അപ്പോൾ ഇതിങ്ങനെ കിട്ടാനുള്ള കാരണം നമ്മൾ തുടക്കത്തിൽ 15 സെൻറ്റിമീറ്ററിൻ്റെ ഡിഫറൻസ് നിർത്തിയ കാരണമാണ്. ഇനി എന്ത് വേണം, ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പ്രിങ് വരുന്നുണ്ട്. ആ സ്പ്രിങ് ഇതിൻ്റെ സെൻറ്ററിൽ വെക്കേണ്ടതാണ്. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ക്യാപ്പ് നമ്മളിതിൽ ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ ടീത്ത് കറക്റ്റ് അതിൻ്റെ ഇടയിൽ വരുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഇതിന് ശേഷം ഇതിൻ്റെ ക്യാപ്പിന് 2 ലോക്കുകളുണ്ട്. അപ്പോൾ ആ ലോക്കുകൾ വരുന്നത് ഇപ്പുറത്തുമാണ്. അപ്പോൾ ആ ക്യാപ്പും ഉള്ള ലോക്കുകൾ നോക്കിയിട്ട് അടച്ചു കഴിഞ്ഞാൽ ഇത് സെറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ക്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ ക്യാപ്പ് പ്രസ് ചെയ്യുമ്പോഴാണ് ഈ റോപ്പിൻ്റെ നീളം കൂടുന്നത്. ഇതിപ്പോൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ നീളം ഓരോ ഇഞ്ച് വെച്ച് പുറത്തേക്ക് കൂടി വരും. ഇപ്പോൾ നമ്മൾ ബ്രഷ് കട്ടർ അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ റോപ്പിൻ്റെ നീളം കുറയുകയാണെങ്കിൽ നമ്മളിത് പ്രസ് ചെയ്ത് പുറത്തേക്ക് വരുത്തിയാൽ നമുക്ക് നീളം കൂടി കിട്ടും. ബ്രഷ് കട്ടർ അഥവാ കാടുവെട്ടി യന്ത്രത്തെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ യന്ത്രങ്ങൾ, ആധുനികവും ലളിതവുമായ യന്ത്രങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.